നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 പ്രാക്ടിക്കൽസ്. ഈ പ്രാക്ടിക്കൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഓർമ്മ വരുന്നത് വൈവ ക്വസ്റ്റ്യൻസ് ആണ്. വളരെ സിമ്പിളായിട്ടൊരു വീഡിയോ ആണ്, പക്ഷേ മാക്സിമം എല്ലാവരിലേക്കും എത്തിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വീഡിയോ. നമ്മളൊരു ഹയർ സെക്കൻഡറി അധ്യാപനമായിട്ടിരുന്നപ്പോഴും അല്ലെങ്കിൽ കോളേജിൽ അധ്യാപനമായിട്ടിരിക്കുമ്പോഴൊക്കെ നമുക്ക് വ്യക്തമായിട്ടറിയാം ഈ വൈവ ക്വസ്റ്റ്യൻസിൻ്റെ പ്രാധാന്യം. അതുകൊണ്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. വൈവ ക്വസ്റ്റ്യൻസ് ഏതൊക്കെ രീതിയിലായിരിക്കും ചോദിക്കുന്നത്? ഇപ്പം ഫിസിക്സ് ഉണ്ട്, കെമിസ്ട്രി ഉണ്ട്, മാത്സ് ഉണ്ട്, ബോട്ടണി ഉണ്ട്, സുവോളജി ഉണ്ട്, കമ്പ്യൂട്ടർ സയൻസ് ഉണ്ട്. ഇതിനെല്ലാം വൈവ ക്വസ്റ്റ്യൻസ് ഉണ്ട്. വൈവ ക്വസ്റ്റ്യൻസിന് മാർക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ മാർക്കുണ്ട്. നമ്മൾ വൈവ ക്വസ്റ്റ്യൻസ് നമുക്ക് ഇന്നേ വരെ അറിയാത്ത എക്സ്റ്റേണൽ അധ്യാപനാണ് വരുന്നത്, പ്രാക്ടിക്കലിന് വരുന്നത്, എല്ലാ പ്രാക്ടിക്കൽസിനും വരുന്നത്. ചോദിക്കുന്നത് ചിലപ്പം നമ്മളോടിപ്പം ഉദാഹരണം കോൺവെക്സ് ലെൻസിൻ്റെ യൂസസ് എന്താണെന്ന് നമ്മളോട് ചോദിക്കാമെന്ന് കഴിയും. ഒരു 10-15 പേര് ഒരു ഹോളിൽ നിൽക്കുന്നു, നമ്മളോട് വന്നിട്ട് ചോദിക്കുകയാണ് കോൺവെക്സ് ലെൻസിൻ്റെ യൂസ് എന്താണ്. നമ്മൾ കോൺവെക്സ് ലെൻസിൻ്റെ യൂസ് നമ്മൾ പറയുന്നു. അതിനകത്ത് അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, എന്താണ് പവർ ഓഫ് എ ലെൻസ്? നമുക്കത് അറിയത്തില്ല എന്ന് വിചാരിക്കുക. അറിയത്തില്ലെങ്കിൽ നമ്മൾ കൂടുതൽ ഡെക്കറേഷൻ ഒന്നും ഇല്ലാതെ പൊട്ടത്തരം വിളിച്ച് പറയാൻ നമ്മൾ പതുക്കെ അവിടെ അത് എനിക്കറിയത്തില്ല സാറേ ഒരു ക്വസ്റ്റ്യനോട് ചോദിക്കാം, അങ്ങനെയാണ് വളരെ നീറ്റായിട്ട് മറുപടി പറയുക. ഇനി വൈവ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന അധ്യാപകനൊരു ധാരണയുണ്ട്. ചിലപ്പം നിങ്ങളുടെ ടെൻഷൻ മാറാൻ വേണ്ടി ചിലപ്പം നിങ്ങളുടെ പേര് ചോദിക്കാം. നിങ്ങളോട് അടുത്ത് വന്നിട്ട് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, ഒരാളോട് ചോദിച്ചു, ഇപ്പുറത്തോട്ട് വന്നിട്ട് വൈവ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെ ആയിരിക്കാം. ക്വസ്റ്റ്യനായിട്ടായിരിക്കത്തില്ല ചോദിക്കുന്നത്, മോൻ്റെ പേരെന്താണ്? നിങ്ങളുടെ പേര് ടെൻഷൻ ഇല്ലാതെ പറയണം, സ്ഥലം എവിടെയാണ്, ഇങ്ങനെ ചോദിച്ചിട്ടങ്ങ് പോകും. അന്നേരം ഇങ്ങനെ ചോദിച്ചിട്ട് പോകുമ്പോൾ പലപ്പോഴും കുട്ടികൾക്കാണ് ടെൻഷൻ. അയ്യോ എന്നോട് ആ മാഷ് ക്വസ്റ്റ്യൻ ചോദിച്ചില്ല, ഞങ്ങളുടെ വൈവ ക്വസ്റ്റ്യൻസിൻ്റെ ഒരു മാർക്ക് പോലും പോകത്തില്ല, നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഇനി വേറൊരു ഓപ്ഷൻ ഉണ്ട്. വൈവ ക്വസ്റ്റ്യൻസ് ചിലവരോട് ചോദിക്കത്തില്ല, ഒന്നും ചോദിക്കത്തേയില്ല. അന്നേരവും കുട്ടികൾക്ക് ടെൻഷനാണ്, ഞങ്ങളോട് ഒന്നും ചോദിച്ചില്ല, അന്നേരം എനിക്ക് മൊത്തത്തിൽ മാർക്ക് പോകുമോ? അന്നേരവും നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. കാരണം നിങ്ങളോട് ചോദിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മാർക്ക് ഫുള്ളാണ്. അന്നേരം വൈവ ക്വസ്റ്റ്യൻസിനെ ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ട് അങ്ങ് ആധികാരികമായിട്ടൊന്നും വൈവ ക്വസ്റ്റ്യൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട. ആ പ്രാക്ടിക്കലുമായിട്ട് ബന്ധപ്പെട്ട അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ട് പോയാൽ മാത്രം മതി. നമ്മൾ അങ്ങനെയുള്ള വീഡിയോസൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്, അത് മാത്രം മതി. അല്ലാതെ നിങ്ങൾ ഒരുപാട് ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും അധ്യാപനം ചോദിക്കുന്നില്ല. നിങ്ങളുടെ ടെൻഷൻ മാറ്റാനും ഒക്കെ ഉള്ളൂ. വൈവ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇന്നത്തെ കാലത്തൊരു കൂൾ ഓഫ് ടൈം പോലെ, കൂളിംഗ് ടൈം പോലെ വളരെ സിമ്പിളായിട്ടുള്ള നിങ്ങളെ ഒന്ന് കൂളാക്കാനുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ. നിങ്ങളെ പണി തരുന്ന ക്വസ്റ്റ്യൻസൊക്കെ വളരെ അപൂർവമേ ഉള്ളൂ. 1% പേരെ കാണത്തുള്ളൂ അങ്ങനെയുള്ള ചോദിക്കുന്നത്. അന്നേരം ടെൻഷൻ വേണ്ട, വൈവ ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിട്ട് പോവുക. ക്വസ്റ്റ്യൻ ചോദിച്ചില്ലെങ്കിൽ പേടിക്കേണ്ട, നിങ്ങളുടെ പേര് ചോദിച്ചാൽ പേടിക്കേണ്ട, വൈവ ക്വസ്റ്റ്യൻ ചോദിച്ചാലും പേടിക്കേണ്ട. വൈവ ക്വസ്റ്റ്യൻസിനെ കുറിച്ചുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട. ഇതുപോലെ ടിപ്സ് ആൻഡ് ട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പ്രാക്ടിക്കൽസിന്റെ വീഡിയോസ് ഇനിയും വരും. ഒരു ടെൻഷൻ വേണ്ട. ഓൾറെഡി നമ്മുടെ പ്രാക്ടിക്കൽസിന്റെ എല്ലാ വീഡിയോസും, ഡീറ്റെയിൽ വീഡിയോസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ കിടപ്പുണ്ട്, കണ്ടുപഠിക്കുക. നല്ല മാർക്ക് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ നെവർ ഗിവ് അപ്പ്.